ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി അടുത്തയാഴ്ചയിലേക്ക് മാറ്റി. അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം തുടരും. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ. മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതം. CRPF ക്യാമ്പുകളെ ലക്ഷ്യമിട്ട് കുക്കികളുടെ ആക്രമണം. ജിനിബാൻ ജില്ലയിൽ കർഫ്യൂ. സംഘർഷം രൂക്ഷമായത് 11 കുക്കി വംശജർ CRPFുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ. കോഴിക്കോട് ഫറൂഖ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ LDF UDF കൗൺസിലർമാരുടെ കയ്യാങ്കളി. RJD വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന വനിതാ കൗൺസിലർ സനൂബിയെ ചെരുപ്പുമാല അണിയിച്ച് ക്രൂരത. കൗൺസിലറുടെ വീടിന് നേരെയും ആക്രമണം. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MT പത്മ അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിൽ മകളുടെ വസതിയിൽ വെച്ച്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. നിയമസഭയിൽ എത്തിയത് കൊയിലാണ്ടിയിൽ നിന്ന്. ആലപ്പുഴയിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്തെന്ന് പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസ്. ദുരന്തബാധിതർക്കായി സമാഹരിച്ച 1,20,000 രൂപ തട്ടിയെടുത്തെന്ന് FIR. പനിക്ക് സ്വയം ചികിത്സിക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏതുപനിയും പകർച്ചപ്പനിയാകാൻ സാധ്യത. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമെതിരെ ജാഗ്രത വേണമെന്നും വീണ ജോർജ്. തിരുവനന്തപുരത്ത് എലിപ്പനി ബാധിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. 4 വർഷ ബിരുദ ഫീസ് വർധനയിൽ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ KSU പ്രതിഷേധം. രജിസ്ട്രാറെ കാണാനെത്തിയ KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ നിർണായക വഴിത്തിരിവ്. ഓം പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിൽ കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുള്ള ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് അന്വേഷണ സംഘം.